കൂട്ടുകാരെ എല്ലാവരും രണ്ടാം ടേം മൂല്യനിർണ്ണയ പരീക്ഷ അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി ഇരിക്കുകയാണെന്ന് വിശ്വസിക്കട്ടെ. നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏകദേശം ഒന്ന് പറയാം. നമുക്ക് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന യൂണിറ്റ് മുതലുള്ള ഭാഗമായിരിക്കാം പരീക്ഷയ്ക്ക് വരുന്നത്. ആ പാഠത്തിൽ തന്നെ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠവും അതിനുശേഷം അന്നത്തെ ബാക്കി പാഠങ്ങളെല്ലാം യാത്രാനുഭവങ്ങളാണ്. യാത്രാ വിവരണങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനം. യാത്രാനുഭവങ്ങൾ തയ്യാറാക്കുക. അതിനുശേഷം പിന്നെ അവിടെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി വർണ്ണന, അത് കഴിഞ്ഞ പരീക്ഷയ്ക്കും നമുക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റിലെ പാഠത്തിലും അതുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കാഴ്ചകളെ പറ്റി ഒരു വിവരണം തയ്യാറാക്കാൻ, കുറിപ്പ് തയ്യാറാക്കാൻ ആയിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ വെച്ചാൽ പുഴകൾ, മലകൾ, പൂവനങ്ങൾ എന്ന ഒരു 2 വരി സിനിമാ ഗാനത്തിനെ കുറിച്ചൊക്കെ അവിടെ അതെല്ലാം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളെക്കുറിച്ച് വിവരിക്കുകയാണ്. സ്കൂൾ പരിസരവും വീടിനടുത്തുള്ള ചില കാഴ്ചകൾ ഇങ്ങനെ എഴുതുന്ന കാര്യമാണ് അതിൽ ആ ചോദ്യത്തിന് നമ്മൾ ചെയ്യാനുള്ളത്. പരീക്ഷയ്ക്ക് അത് എല്ലാ പാഠത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡയറി കുറിപ്പ്. അതിപ്പം നമ്മൾ ഈ ടൈമിൽ പഠിച്ച 2-3 പാഠത്തിൽ ഡയറി കുറിപ്പ് തയ്യാറാക്കുന്ന ഇതുണ്ട്. അതുപോലെ ആശയങ്ങൾ, ഇവിടെ നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ആശയം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആശയം വെച്ചാൽ അതിൻ്റെ ആശയം വിശദീകരിക്കുക, അതിനെക്കുറിച്ച് നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാശ്മീർ കാഴ്ചകൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നമുക്ക് പ്രകൃതി രമണീയത ഒന്ന് വിശദീകരിക്കുക എന്നുള്ളത്. അതുതന്നെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് ഉള്ള ഒരെണ്ണമാണ് കത്തെഴുതുന്നത്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ വലത് മുകളിലായിട്ട് സ്ഥലവും തീയതി എഴുതുക. പിന്നെ ഇടത് മാർജിനോട് ചേർന്ന് സംബോധന. അപ്പം കൂട്ടുകാർക്ക് എങ്ങനെയാണ്, അച്ഛനെങ്ങനെയാണ്, നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിനുശേഷം നമ്മൾ കത്താണെങ്കിൽ എഴുതേണ്ടത്, ഇപ്പം നമ്മുടെ അച്ഛനാണെങ്കിൽ അച്ഛന് സുഖമാണോ, അച്ഛന് അതായത് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ചൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മുടെ പ്രധാന ഉള്ളടക്കം 2ാമത്തെ പാരഗ്രാഫിൽ തുടങ്ങി എഴുതി ലാസ്റ്റ് എന്ന സ്നേഹത്തോടെ മകൻ, അങ്ങനെ വേണം. എന്നിട്ട് ഒപ്പ്, പിന്നെ മേൽവിലാസം, ആ രീതിയിൽ വേണം നമ്മൾ കത്തുകൾ തയ്യാറാക്കാൻ നോക്കേണ്ടത്. പിന്നെ ഉള്ളത്, അതായത് ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ഉയരങ്ങളിലേക്കൊരു യാത്രകളെല്ലാം യാത്രാ വിവരണങ്ങളാണ്. അതിനുശേഷം അവിടെ ഞാൻ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നെ എന്താ പറയുക, ക്രമത്തിനല്ലാതെ കുറേ ചെറിയ ചെറിയ ബോക്സുകളിലാക്കി തരും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം, ആ ബോക്സുകളിൽ വരുന്നത് നമ്മൾ ക്രമപ്പെടുത്തി എഴുതുക. ആദ്യം ജനനം, എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു, ആരുടെ മകനായി ജനിച്ചു, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മളെ കോട്ട് ചെയ്തത്. അതിനുശേഷം പ്രധാന കൃതികൾ, പിന്നെ പ്രധാന പുരസ്കാരങ്ങൾ, പിന്നെ മരിച്ചിട്ടുള്ള ആളാണെങ്കിൽ മരണം. ഈ ക്രമത്തിലായിരിക്കണം നമ്മൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. പിന്നെ ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള പാഠത്തിൽ അപ്പോൾ അതൊന്നല്ല, എല്ലാ കവിതകളുടെയും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാലാമണിയമ്മയെക്കുറിച്ചൊരു ജീവചരിത്രക്കുറിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ കുമാരനാശാനെക്കുറിച്ച്, ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ നന്നായി ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പോവുക. ക്ലൂ തരും, നമുക്ക് സൂചനകൾ തന്നിട്ട് എഴുതാനാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. കുറേ കാര്യങ്ങൾ നമുക്ക് കൈന്നിട്ടൂടെ എഴുതാൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പഠിക്കണമെന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന 4ാമത്തെ യൂണിറ്റിലെ കുടയോളം ഭൂമി എന്ന ഭാഗത്തിലേതും ഇതുപോലെ മഴയാണ്. എല്ലാത്തിനും മഴയെക്കുറിച്ചും അവിടെ കുറിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ശാസ്ത്രജ്ഞൻ്റെ യാത്ര, അവിടെയും പ്രകൃതി രമണീയത, കാണാ കാഴ്ചകൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് എന്ന ഭാഗം. പിന്നെ ഇത് എഴുതണം, പഴഞ്ചൊല്ലുകൾ, കുറച്ച് മണ്ണിനെ കുറിച്ചുള്ളത്, കുറച്ച് പഴഞ്ചൊല്ലുകൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഡാലിയമ്മൂമ്മയുടെ പുഴയിൽ നമുക്ക് സംഭാഷണങ്ങളാണ് അധികവും വരുന്നത്. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത കഥകളൊക്കെ തന്നെ, അതായത് പിന്നെ വിവരണം തയ്യാറാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ആസ്വാദനം, ജീവചരിത്രക്കുറിപ്പ്, കത്തുകൾ കത്തെഴുത്ത്, പിന്നെ വായനാക്കുറിപ്പ്, യാത്രാ വിവരണം, പിന്നെന്താ ഡയറി എങ്ങനെ എഴുതാം. പിന്നെ ഒരു പാഠത്തിലൊരു പ്രസംഗം തയ്യാറാക്കുക എന്നുണ്ട്. പ്രസംഗം എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് പ്രസംഗത്തിന് ആ ഒരു നിങ്ങളെ രീതി ചെയ്യുക. അതിനുശേഷം നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, മിക്കവാറും പ്രകൃതി പരിസ്ഥിതിയെക്കുറിച്ചായിരിക്കാം, അത് വിശദമാക്കി എഴുതാൻ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, പാരഗ്രാഫ് ആയിട്ട് വേണം എഴുതാൻ. കൂട്ടുകാരെ, ഇതൊരു ജീവചരിത്രക്കുറിപ്പാണ് ബാലാമണിയമ്മയെക്കുറിച്ച്. അവിടെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളതെല്ലാം അതൊരു അടുക്കിനെഴുതുക.
ആദ്യം ജനിച്ചത്, ആരുടെ മകളായിരുന്നു, ജനനം എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു, പിന്നെ പ്രധാന കൃതികൾ, അവാർഡുകൾ, മരണം, അങ്ങനെ വേണം എഴുതാൻ. യാത്രാവിവരണം, കത്ത്, ജീവചരിത്രക്കുറിപ്പ്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആസ്വാദനക്കുറിപ്പ്, ഇതൊക്കെ തയ്യാറാക്കും. കൂട്ടുകാരെ, നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും എ ഗ്രേഡ് വാങ്ങാനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, നമുക്ക് കാണാം.